ഇപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് മത്തി പൊള്ളിച്ചതാണ്. വാഴയിലയിൽ മത്തി പൊള്ളിച്ചത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം മത്തി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്, ഉപ്പ്, കറിവേപ്പില, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മുളക് പൊടി, ഉലുവാപ്പൊടി, ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത്, പെപ്പർ പൗഡർ, കൊറിയാണ്ടർ പൗഡർ, ടർമറിക് പൗഡർ, വിനാഗിരി ആവശ്യത്തിന്. ഇനി ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അടുപ്പത്ത് വെച്ച് പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി അരിഞ്ഞ് ഇത് നന്നായിട്ട് വഴണ്ട് വരാനായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം വഴണ്ട് വന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. ഇതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉലുവാപ്പൊടി ഇത്തിരി, മുളക് പൊടി ആവശ്യത്തിന്. ഇതിലേക്ക് വിനാഗിരി കൂടെ ആഡ് ചെയ്യാം. ഇതിലേക്ക് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് നല്ല പേസ്റ്റായി വരാൻ വേണ്ടിയിട്ട് മാത്രം. ഇനി ഇതിലേക്ക് നമുക്ക് മത്തി ആഡ് ചെയ്യാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ മസാലയൊക്കെ നല്ലപോലെ മത്തിയുടെ ഉള്ളിൽ വരത്തക്ക രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിങ്ങനെ മാരിനേറ്റ് ചെയ്തൊരു 10 മിനിറ്റ് വെക്കുക. അതിനുശേഷം നമുക്കിത് ഇലയിലേക്ക് ആക്കി പൊള്ളിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക.
ഇനി നമുക്ക് മത്തി ഓരോന്നായിട്ട് ഇലയിലേക്ക് എടുത്ത് വയ്ക്കാം. മത്തിയിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഈ മസാല എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഇതിലേക്ക് വടിച്ച് വെച്ച് മസാലയൊക്കെ വെച്ച് നമ്മൾ നന്നായിട്ട് ചേർത്ത് വെച്ച് ഇനി നമുക്ക് പൊതിഞ്ഞ് എടുക്കാം. ഇത് വാഴവള്ളി കൊണ്ട് തന്നെ ഒന്ന് കെട്ടി വെക്കാം, അഴിഞ്ഞു പോകാതിരിക്കാൻ. ഇനി നമുക്ക് ചട്ടിയിൽ വെച്ച് പൊള്ളിച്ചെടുക്കാം. ചൂടായ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇലയിൽ വെച്ചിരിക്കുന്ന മത്തി ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക. ഇനി ഇത് നമുക്ക് മൂടി വയ്ക്കാം. മൂടി വെച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മത്തി പൊളിച്ച് ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് മറിച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ മത്തി പൊളിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അഴിച്ച് നോക്കാം. നല്ല മണമൊക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ തയ്യാറാക്കിയ രുചികരമായ മത്തി പൊള്ളിച്ചത്.